നമസ്കാരം. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും രക്ഷ നേടുന്നതിനും മുൻകരുതലെടുക്കുന്നതിനും എടത്തല കുഞ്ചാട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയർ ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അതിൻ്റെ ദൃശ്യത്തിലേക്ക്. ഫസ്റ്റ് ചെയ്യുന്ന കാര്യം സിലിണ്ടറിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് റെഗുലേറ്റർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. റെഗുലേറ്റർ എങ്ങാനും ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, ആ റെഗുലേറ്ററിലേക്ക് തീ പിടിച്ചിട്ട് ഉരുകിയിരിക്കുന്നൊരവസ്ഥയാണ്. എങ്കിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഈ പുതപ്പിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അല്ലാത്ത കാലം നമ്മൾ ഈ റെഗുലേറ്റർ മാത്രം ഓഫ് ചെയ്താൽ ഈ സിലിണ്ടർ കൊണ്ട് നമ്മൾ ഒന്ന് നമ്മുടെ കൈ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, കൈ അകത്തേക്ക് പിടിക്കാം. കണ്ട, ഇതിൻ്റെ അകത്തേക്ക് പിടിക്കാം. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ട് ഇത് അടയ്ക്കാം. എന്താ ചെയ്യേണ്ട കാര്യം? അതിനുശേഷം റെഗുലേറ്റർ ഓഫ് ചെയ്യാം. സിലിണ്ടർ കൊണ്ടുവന്ന് തുറസായ സ്ഥലത്തേക്ക് വയ്ക്കാം. ഓക്കെ, ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിലിണ്ടർ അങ്ങനെ കൊണ്ടുവന്ന് തുറസായ സ്ഥലത്തേക്ക് വയ്ക്കുക. പെട്ടെന്ന് ഏജൻസിയെ അല്ലെങ്കിൽ ഫയർ ഫോഴ്സിനെ അറിയിക്കുക. സിലിണ്ടർ അവർ മാറ്റി തരുന്ന ഏജൻസി. ഓക്കെ, ഇതിലിപ്പോൾ ഗ്യാസ് കുറവായിരുന്നു. ഇത് സാധാരണ നല്ല രീതിയിൽ കത്തുന്നതാണ്, പക്ഷേ ഗ്യാസ് കുറവായിരുന്നു. ഈ ഒരു പുതപ്പ് പോരാ, ശരിക്കും നല്ല കട്ടിയുള്ള പുതപ്പാണ്. നമ്മുടെ വീട്ടിലെല്ലാം പുതപ്പുണ്ടാവില്ലേ, നല്ല കട്ടായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ട്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്ററിലേക്ക് തീ കയറി ഉരുകി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ട്യൂബ് ഊരി മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എയർ ടൈറ്റായിട്ട് അടയില്ല. ഓക്കെ, അപ്പോൾ ആ ട്യൂബ് വലിച്ചു ഊരാം. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ് റെഗുലേറ്റർ ഓഫ് ചെയ്ത് തന്നെ അടയ്ക്കാം. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ അല്ല എങ്കിൽ മാത്രമാണ് പുതപ്പ് കൊണ്ട് ഇത് തീ അണയ്ക്കേണ്ടത്. അപ്പോൾ പുതപ്പ് കൊണ്ട് തീ അണയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്യൂബ് ഉണ്ടെങ്കിൽ ട്യൂബ് വലിച്ചു ഊരി മാറ്റുക. ഓക്കെ, എന്നിട്ട് വേണം ഈ പുതപ്പ് വെച്ചിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് തീ അണയ്ക്കാൻ. ഓക്കെ, വെള്ളത്തിൽ ശരിക്കും മുക്കുക. വെള്ളത്തിൽ ശരിക്കും മുക്കുമ്പോൾ ഒന്ന് കൂളിംഗ് എഫക്റ്റ് കിട്ടും. രണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ദ്വാരങ്ങളും വെള്ളം കൊണ്ട് അടഞ്ഞ് എയർ ടൈറ്റ് ആയിക്കോളും. ഓക്കെ, ഈ രണ്ട് പർപ്പസാണ് വെള്ളത്തിൽ മുക്കുമ്പോൾ. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.